ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ദർശന സായുജ്യം നേടാൻ പറ്റിയ നമ്മുടെ തിരുവനന്തപുരത്തെ പ്രധാന അമ്പല വിശേഷങ്ങളൊന്നും നോക്കാം. 5 മണിയോടുകൂടി ആരംഭിക്കാം. പഴവങ്ങാടി ഗണപതി ക്ഷേത്രം കേൾക്കാത്തതായി ആരും തന്നെ ഉണ്ടാകില്ല. ഇവിടെ നിന്ന് തുടങ്ങാം. വിഘ്നങ്ങളൊന്നും ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി. ഇത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അല്പം വടക്ക് മാറി നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഗണപതി ഭഗവാനെ സന്ദർശിക്കുന്ന ഭക്തനെ ഏതാഗ്രഹവും നടക്കും എന്നാണ് വിശ്വാസം. വിനായക ചതുർത്ഥിയാണ് പ്രധാന ഉത്സവം. നാളികേരം ഉടയ്ക്കലാണ് പ്രധാന വഴിപാട്. ഉപദേവതകളായി ശ്രീ അയ്യപ്പൻ, നാഗദൈവങ്ങൾ, ദുർഗാദേവി ഇവയും കാണാം. അവിടെ നിന്ന് ഓട്ടോയ്ക്ക് മിനിമം ചാർജിൽ നമുക്ക് ശ്രീകണ്ഠേശ്വരത്തെത്താം. ശ്രീകണ്ഠേശ്വരം എന്നതൊരു പ്രദേശവും അവിടെ കുടികൊള്ളുന്ന പ്രസിദ്ധമായ ഒരു മഹാദേവ ക്ഷേത്രവുമാണ്. ഇത് വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ്. ഇവിടെ പാർവതി ദേവിയെയും ഗംഗയെയും ഇരുവശത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവ സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രം. ഇത് കേരളത്തിലെ പ്രസിദ്ധങ്ങളായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ പരബ്രഹ്മ സ്വരൂപനും പരമാത്മാവും മൃത്യുഞ്ജയ വിജയുമായ സാക്ഷാൽ പരമശിവനാണ്. ക്ഷേത്രത്തിനുള്ളിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നാഗദൈവ പ്രതിഷ്ഠകൾ കാണാം. അവിടെ ഔഷധ സസ്യങ്ങളെല്ലാം കാണാനായി സാധിക്കും. മഹാദേവനെ കൂടാതെ ഉപദേവതകളായി ശ്രീ ഗണപതി, ശ്രീ അയ്യപ്പൻ, മുരുകസ്വാമി, ശ്രീകൃഷ്ണ ഭഗവാൻ, ശ്രീ ഭദ്രകാളി, ശ്രീ ഹനുമാൻ, നാഗദൈവങ്ങൾ ഇവയെല്ലാം അവിടെ കാണാനായി സാധിക്കും. ക്ഷേത്രത്തിന് മുന്നിലായി വലിയൊരു ക്ഷേത്രക്കുളവും. ധനുമാസത്തിലെ തിരുവാതിരയാണ് പ്രധാന ഉത്സവം. 10 ദിവസത്തെ ഉത്സവമാണ്. തിരുവാതിര നാളിൽ ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ദിവസവും ധാരാളം പൂജകൾ അവിടെ നടന്നു വരുന്നുണ്ട്. അവിടെ നിന്നും നമുക്ക് ഓട്ടോയ്ക്ക് സാക്ഷാൽ പത്മനാഭസ്വാമിയുടെ അടുക്കലെത്താം. അവിടെ നമുക്ക് കുറച്ച് ക്യൂ എല്ലാം നിന്ന് അവിടുത്തെ നട തുറക്കുന്ന സമയക്രമം എല്ലാം പാലിച്ച് ക്ഷേത്രത്തിനുള്ളിൽ കടക്കാം. സ്വർണം പൂശിയ പ്രൗഢിയോട് നിൽക്കുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാനെ നമുക്ക് കണ്ടു വണങ്ങാം. അവിടെ ആറാട്ടാണ് മുഖ്യ ഉത്സവം. ലക്ഷക്കണക്കിന് ആളുകളാണ് ആറാട്ടനായി ഇറങ്ങുന്ന വിഷ്ണു ഭഗവാനെ കണ്ടു തൊഴാനായി എത്തുക. സ്വർണ്ണ പ്രൗഢ ഗംഭീരമായ വാഹനത്തിൽ വിഷ്ണുസ്വാമിയും കൂടെ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയും നരസിംഹമൂർത്തിയും ഇറങ്ങുന്ന കാഴ്ച പ്രൗഢഗംഭീരം തന്നെയാണ്. ഒരിക്കലെങ്കിലും നമ്മളെ കണ്ട് വണങ്ങേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിട്ടുകൊണ്ടാണ് ഇത് നടത്തുന്നത്. അവിടെ നിന്ന് തന്നെ പടിഞ്ഞാറേ നടയിലൂടെ 5 മിനിറ്റ് നടന്നാൽ നമുക്ക് ത്രിമൂർത്തി ക്ഷേത്രത്തിലെത്താം. ഈ ത്രിമൂർത്തി ക്ഷേത്രത്തെ മിത്രാനന്തപുരം ക്ഷേത്ര സമുച്ചയം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ അതിനകത്ത് മിത്രാനന്തപുരം കുളവും കാണാം. ഇത് പത്മനാഭസ്വാമി ക്ഷേത്ര വകയായിട്ടാണ് പറയപ്പെടുന്നത്. ഈ സമുച്ചയത്തിനുള്ളിൽ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് ഇവയാണ് പ്രതിഷ്ഠ. ഇവയെല്ലാം കിഴക്കോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിന് കുറച്ച് പിന്നിലായിട്ടാണ് ബ്രഹ്മക്ഷേത്രവും കാണപ്പെടുന്നത്. ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെല്ലാം വില്ലുമംഗലത്ത് സ്വാമിയാർ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ത്രിമൂർത്തികൾ ഇവിടെ സൂര്യദേവനായ മിത്രനു വേണ്ടി ഒരു വലിയ അഗ്നിയജ്ഞം നടത്തിയതായും വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെയാണ് സൂര്യനെ സന്തോഷിപ്പിച്ചതുകൊണ്ട് മിത്രാനന്തപുരം എന്ന് അറിയപ്പെടുന്നതെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രം നമുക്ക് കുറച്ച് ഉള്ളിലായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അധികം ആർക്കും ഇത് പെട്ടെന്ന് കാണാനായി സാധിക്കില്ല. തിരുവനന്തപുരത്ത് തന്നെ കുറച്ച് ത്രിമൂർത്തി ക്ഷേത്രങ്ങളാണുള്ളത്. അതിൽ വളരെ പ്രസിദ്ധമായതും അതിപുരാതനവുമായ ക്ഷേത്രമാണിത്. അതിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ പഴക്കം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നല്ല ഒരു അന്തരീക്ഷമാണ് അതിനുള്ളിൽ പ്രവേശിച്ചാൽ. അതിനകത്തുകൂടെ തന്നെ നമുക്ക് ശിവനടയും വിഷ്ണുനടയും തൊഴുതതിന് ശേഷം ബ്രഹ്മാവിൻ്റെ അടുക്കലെത്താം. ബ്രഹ്മനടയും തൊഴുതതിന് ശേഷം നമുക്ക് വില്ലുമംഗലത്ത് സ്വാമിയാരുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് കയറാം. വില്ലുമംഗലത്ത് സ്വാമിയാർക്ക് അനന്തൻകാടുമായിട്ട് വളരെ ബന്ധമുണ്ട്. അങ്ങനെയാണ് വില്ലുമംഗലത്ത് സ്വാമിയാരുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടെ സ്ഥാപിതമായത്. അവിടെ നിന്ന് നമുക്ക് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ വരാഹക്ഷേത്രത്തിലെത്താം.
ശ്രീ വരാഹ രൂപത്തിലുള്ള വിഷ്ണുമൂർത്തിയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ വരാഹക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിന് കുറഞ്ഞത് 5000 വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പ്രവേശന കവാടത്തിൽ നിന്നും കുറച്ച് പടികൾ ഇറങ്ങി വേണം ശ്രീകോവിലെത്താൻ. ശ്രീകോവിൽ വൃത്താകൃതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ശ്രീകോവിൽ പടിഞ്ഞാറ് ദർശനമാണ്. മീനമാസത്തിലെ വരാഹ ജയന്തിയും പங்குനി ബ്രഹ്മോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. വരാഹത്തെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനവും ഭക്തർക്ക് നല്ല വിദ്യാഭ്യാസവും ലഭിക്കും എന്നാണ് വിശ്വാസം. വലിയൊരു ക്ഷേത്രക്കുളമാണ് അവിടെയുള്ളത്. ഏറ്റവും വലിയ ക്ഷേത്രക്കുളം അവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. തിരുവോണ നാളിൽ ഈ ക്ഷേത്രക്കുളത്തിൽ വള്ളംകളി നടക്കുന്നതായും പറയപ്പെടുന്നു. രാവിലെ 5 മണി മുതൽ 11 മണി വരെയും വൈകുന്നേരം 5 മുതൽ 8 വരെയും. അവിടെ നിന്ന് നമുക്ക് ഓട്ടോയിൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെത്താം. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ് ആറ്റുകാൽ. കിഴക്കക്കോട്ടയ്ക്കടുത്ത് കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമസ്ഥലത്ത് നിലകൊള്ളുന്ന ഭഗവതി ക്ഷേത്രമാണിത്. തിരുവനന്തപുരം സന്ദർശിക്കുന്ന ആർക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ദൈവ സാന്നിധ്യമാണിത്. തമ്പാനൂരിൽ നിന്നും 3 കിലോമീറ്റർ ദൂരം. പ്രധാന ഉത്സവം ആറ്റുകാൽ പൊങ്കാലയാണ്. ഈ വർഷത്തെ പൊങ്കാല ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മാർച്ച് 3 പൊങ്കാല. ഭക്തരുടെയും സ്ത്രീകളുടെയും പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത്. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ. ഭഗവതി സർവ്വജനങ്ങൾക്കും അനുഗ്രഹദായിനിയും വിളിച്ചാൽ വെളിപ്പുറത്ത് എന്നുമാണ് പൊതുവെ കേരളീയ വിശ്വാസം. കേരളീയരുടെ കുടുംബദൈവവും അഥവാ കുലദൈവം എന്നറിയപ്പെടുന്നതാണ് ഈ കാളീദൈവം. ആറ്റുകാൽ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഒന്നാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാലയാണ് ആറ്റുകാലിൽ നടക്കുന്നത്. ഇത് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച ക്ഷേത്രം കൂടെയാണ്. കേരളത്തിൽ നിന്നും മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ പൊങ്കാലയ്ക്ക് ആളുകളെ എത്താറുണ്ട്. അവിടെ നിന്നും നമുക്ക് ഓട്ടോയ്ക്കോ അല്ലെങ്കിൽ ഈസ്റ്റ് പോർട്ടിൽ നിന്ന് എപ്പോഴും ബസ് സർവീസുണ്ട്. നമുക്ക് പരശുരാമ ക്ഷേത്രത്തിലെത്താം. ഈ ക്ഷേത്രത്തിൽ ആത്മാക്കളുടെ പ്രീതിക്കും അവരുടെ മോക്ഷത്തിനും വേണ്ടിയുള്ള പൂജകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. തിരുവനന്തപുരത്ത് തിരുവല്ലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു പരശുരാമസ്വാമി ക്ഷേത്രമാണിത്. ഇന്ത്യയിലെ തന്നെ ക്ഷേത്രത്തിനകത്ത് ബലികർമ്മങ്ങൾ ചെയ്യാവുന്ന ഒരു ക്ഷേത്രമെന്ന പ്രത്യേകതയുമുണ്ട്. കരമനയാറ്റിൻ്റെ തീരത്ത് ശങ്കരാചാര്യ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമെന്ന പ്രത്യേകതയും. ഇവിടെ പരശുരാമസ്വാമി ഉൾപ്പെട്ട 13 ത്രിമൂർത്തികൾ ഉൾപ്പെട്ടതാണ് ഇവിടുത്തെ ക്ഷേത്ര സമുച്ചയം. എല്ലാ ദിവസവും ബലിതർപ്പണം നടത്താം എന്ന പ്രത്യേകതയുണ്ട്. 1400 വർഷം പഴക്കമുണ്ട് ഈ അമ്പലത്തിന്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അഗസ്ത്യാർകൂട മലനിരകളിൽ നിന്നൊഴുകുന്ന കരമനയാറും പാർവതി പുത്തനാറും കിള്ളിയാറും കൂടെ സംഗമിക്കുന്ന ഒരു പുണ്യസ്ഥലം കൂടിയാണിത്. ഇവിടെ പരശുരാമസ്വാമിക്ക് വടക്കോട്ട് ദർശനമായും ശിവഭഗവാന് കിഴക്കോട്ട് ദർശനവുമായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ മറ്റു ഉപദേവതാ പ്രതിഷ്ഠകൾ മത്സ്യമൂർത്തി, ശ്രീകൃഷ്ണ ഭഗവാൻ, വ്യാദവ്യാസൻ, സുബ്രഹ്മണ്യൻ, ബ്രഹ്മാവ്, ശ്രീ ഗണപതി എന്നിവയും കാണാം. ഇവിടെ അമ്മയ്ക്ക് പുനർജന്മം നേടിക്കൊടുത്ത ശ്രീ പരശുരാമസ്വാമി സന്നിധിയിൽ ബലിയർപ്പിച്ചാൽ പരേതാത്മാവിന് മോക്ഷം ലഭിക്കും എന്ന് തന്നെയാണ് ഭക്തരുടെ വിശ്വാസം. അതുകൊണ്ടാണ് ജനങ്ങളെ ഇവിടേക്ക് കൂടുതലായി ആകർഷിക്കുന്നത്. അതിനുശേഷം ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരം 4 മണിക്ക് നട തുറക്കും കരിക്കകം ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനും 600 വർഷത്തിലേറെ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വിളിച്ചാൽ വെളിപ്പുറത്ത് എന്നാണ് ഈ ക്ഷേത്രത്തെ നമുക്ക് അറിയപ്പെടുന്നത്. ഇവിടെ ചാമുണ്ഡി ദേവിയാണ് പ്രതിഷ്ഠ. 3 രൂപത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത്: മഹാചാമുണ്ഡി, രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി. പ്രധാന കോവിലിൽ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ഭഗവതിയുടെ പഞ്ചലോക പ്രതിഷ്ഠയാണ്. ഇതാണ് മഹാചാമുണ്ഡി. ഉഗ്രരൂപത്തിലുള്ളതാണ് രക്തചാമുണ്ഡി. സൗമ്യ രൂപത്തിലുള്ളതാണ് ബാലചാമുണ്ഡി. ഈ ക്ഷേത്രത്തിന് പുറത്തായി ഒരു കാവ് ഉണ്ട്. അവിടെയും ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്.
മാത്രമല്ല അവിടെയും നമുക്ക് പുള്ളുവൻ പാട്ടെല്ലാം നേർച്ചയായി നടത്താം. ഇവിടെയും പൊങ്കാല മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ്. മാർച്ച് 30-നാണ് പൊങ്കാല. ബാക്കി നമുക്ക് നേർക്കാഴ്ചയായി കാണാവുന്നതാണ്.